സെമി കണ്ടംപററി ഡിസൈനിൽ പണി കഴിപ്പിച്ച മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ലൊക്കേഷൻ മാത്രമാണ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണിതിരിക്കുന്നത്. ഈ പണിതിരിക്കുന്ന വീട് ഒരു വില്ല പ്രോപ്പർട്ടികളിൽ വരുന്ന ഒരു വില്ലയാണ്. 3.50 സെന്റിൽ 1350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഒരു സെമി കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു ബഡ്ജറ്റഡ് ഹോമാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു എലിവേഷനും അതുകൂടാതെ തന്നെ ഇന്റീരിയർ ഡിസൈനും അതുപോലെ തന്നെ എലിവേഷനിൽ നല്ലൊരു സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും നൽകിക്കൊണ്ട് വീടിന്റെ ഡെക്കറേഷനൊക്കെ നൽകിക്കൊണ്ടാണ് വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പണിയെല്ലാം തന്നെ സോളാർ സിസ്റ്റം വയറിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. വീടിന്റെ ഫുൾ വയറിംഗ് കാര്യങ്ങളെല്ലാം വി ഗാർഡിന്റെ വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വീട് പണിതിരിക്കുന്നതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. തിരുമലയ്ക്ക് സമീപം പിടാരം എന്നുള്ള സ്ഥലത്താണ് പണിതിരിക്കുന്നത്. വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. വീട് മേടിക്കാനുള്ള ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിന്റെ ഫ്രണ്ടേജ് നല്ല സ്ലൈഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ ഫുൾ ഫോൾഡിംഗ് ഗേറ്റും നൽകിക്കൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും അതുകൂടാതെ തന്നെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും സെപ്പറേറ്റ് ആയിട്ട് നൽകിക്കൊണ്ട് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടേജിലുള്ള സ്പേസ് കവർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷൻ ലഭ്യമാണ്. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട്. 12x6 സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് ചുമര് മുഴുവനും തേക്ക് തടിയിലുള്ള പാനലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. കാണുന്ന ഫ്രണ്ട് ഡോർ മുഴുവനും തേക്കുഡിലാണ് പണിതിരിക്കുന്നത്. വീടിന്റെ അകത്ത് വരുന്ന ഇന്റീരിയേഴ്സ് മുഴുവനും തന്നെ തേക്കുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ 14x12 ഡയമെൻഷൻ വരുന്ന ലിവിംഗ് ഏരിയ ആണ് കാണപ്പെടുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ യോജിച്ച് വരുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ് അറേഞ്ച് ചെയ്ത് നൽകിയിട്ടുള്ളത്. TV യൂണിറ്റ് മുഴുവനും തടിയിലാണ് പണിതിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഒരു ആർട്ട് വർക്കൊക്കെ തന്നെ ചുമരിൽ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് 12x8 ഡയമെൻഷൻ വരുന്ന ഡൈനിങ് ഏരിയ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡൈനിങ് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്കുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗോറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയ്ക്കായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ തന്നെ വാഷ് ഏരിയയുടെ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ കിച്ചണിലോട്ട് പോകാം. 12x10 കിച്ചന്റെ ഡയമെൻഷൻ. ഒരു മോഡുലാർ രീതിയിൽ തന്നെയാണ് സ്പേഷ്യസ് ആയിട്ട് കിച്ചൺ പണിതിരിക്കുന്നത്. നല്ല മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതിനായിട്ട് തന്നെ ഒരുപാട് കബോർഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ തടിയിലാണ് പണിതിരിക്കുന്നത്. വീടിനൊരു വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് ഗ്രില്ല് ഡോറൊക്കെ ഇട്ട് തന്നെയാണ് ക്ലോസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4 BHK ആണ്. ആദ്യത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ബാക്കിയുള്ള 3 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം. 14x12 ഡയമെൻഷൻ വരെ നല്ല വിശാലമായ റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത്. വാൾ റൂംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ തടിയിലാണ് പണിതിരിക്കുന്നത്. ഫോൾ സീൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗോറിന്റെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിന്റെ ഇന്റീരിയർ മുഴുവനും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതും തേക്കിന്റെ തടിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവൻ തന്നെ തേക്കുഡിലാണ് പണിതിരിക്കുന്നത്. ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ സൈഡിൽ കൊടുത്തുകൊണ്ട് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാളാണ് ഈ കാണുന്നത്. 16x8 ഹാളിന്റെ ഡയമെൻഷൻ. ഒരു TV യൂണിറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. അതും തടിയിലാണ് പണിതിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളെല്ലാം ഹാളിന്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 16x12 റൂമിന്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ റൂം കാര്യങ്ങളൊക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. വാൾ റൂംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. തടിയിലുള്ള വാൾ റൂംസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റൂമും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗോറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ആദ്യത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 16x10 റൂമിന്റെ ഡയമെൻഷൻ. ഈ റൂമിൽ വാൾ റൂംസ് നൽകിയിട്ടുണ്ട്. തടിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗോറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ അവസാനത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 10x10 ഡയമെൻഷൻ വരെ നല്ലൊരു റൂമാണ് ഈ കാണുന്നത്. വാൾ റൂംസ് എല്ലാം നൽകിയിട്ടുണ്ട്. തടിയിൽ തന്നെയാണ് വാൾ റൂംസ് എല്ലാം പണിതിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആയ ജാഗോറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
14x6 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. ബാൽക്കണിയുടെ ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. ചുമരിലായിട്ട് തന്നെ തേക്കുഡിന്റെ ഒരു പാനൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ഈ ഒരു ബാൽക്കണിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 1350 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഫുൾ തേക്കുഡൊക്കെ നൽകിക്കൊണ്ട് ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 78 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ അത് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.